ഇന്നേ ദിവസം ഞങ്ങൾ പരിചയപ്പെടുത്തുന്ന വ്യക്തി KCCNയുടെ പുതിയ പ്രസിഡന്റ് മിസ്റ്റർ ബേബി മണക്കുന്നേൽ. വളരെ വാശിയേറിയ ഇലക്ഷനിലൂടെ, സൗഹാർദ്ദപരമായ ഇലക്ഷനിലൂടെ ഹൂസ്റ്റന്റെ സന്താനം KCCNയുടെ പ്രസിഡന്റായി വന്ന ഈ അവസരത്തിൽ അദ്ദേഹത്തെ ഞങ്ങൾ കാനാ വോയിസിലൂടെ പരിചയപ്പെടുത്തിയാണ്. ബേബിയും അതോടൊപ്പം തന്നെ ഹൂസ്റ്റണിലെ ഒരു പ്രമുഖ വ്യക്തിയുമായ ഇബ്രാഹിം വാഴപ്പള്ളി ഈ അവസരത്തിൽ ബേബിയുമായി ഒരു എക്സ്ക്ലൂസീവ് ഇൻ്റർവ്യൂ നടത്തുന്നതും KCCNയുടെ ഭാവി പ്രവർത്തനങ്ങളെപ്പറ്റി ബേബി ഈ അവസരത്തിൽ സംസാരിക്കുന്നതുമായിരിക്കും. ഗ്രാനായ വോയിസിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ ഞങ്ങൾ പരിചയപ്പെടുത്തുന്ന ഗ്രാനായ പ്രതിഭ മറ്റാരുമല്ല, 13ാമത് KCCNയുടെ പ്രസിഡന്റായി കഴിഞ്ഞ മാർച്ച് 4-ാം തീയതി തിരഞ്ഞെടുക്കപ്പെട്ട ശ്രീ ബേബി മണക്കുന്നേലാണ്. ആഗോള ഗ്രാനായ സമൂഹം ഒന്നടങ്കം ഉറ്റുനോക്കിയ വളരെ വാശിയേറിയതും സൗഹാർദ്ദപരമായ ലോകമെമ്പാടുമുള്ള ഗ്രാനായ ജനങ്ങൾ ഒന്നടങ്കം ആകാംക്ഷയോടെ ഉറ്റുനോക്കിയ ഈ ഇലക്ഷനിൽ വളരെ നല്ല വിജയം കൈവരിച്ച നമ്മുടെ ശ്രീ ബേബി മണക്കുന്നേലിനെ ഗ്രാനായ വോയിസിന്റെ പ്രേക്ഷകർക്കായി ഇന്ന് ഞങ്ങളിവിടെ പരിചയപ്പെടുത്തുന്നു. ശ്രീ ബേബി മണക്കുന്നേൽ KCCNയുടെ 13ാമത് പ്രസിഡന്റ്. അദ്ദേഹത്തിനെ കുറിച്ച് പറയുമ്പോൾ, അദ്ദേഹം കുട്ടിയായിരുന്നപ്പോൾ മുതൽ ഗ്രാനായ സമുദായ അംഗം എന്ന നിലയിൽ ഒരുപാട് സംഘടനാ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയും അമേരിക്കയിൽ വന്നതിന് ശേഷം അത് കണ്ടിന്യൂ ചെയ്തിട്ടുള്ള അദ്ദേഹത്തിന്റെ വർഷങ്ങളുടെ അനുഭവ പരിചയമാണ് അദ്ദേഹത്തിനെ ഇന്ന് ഈ നിലയിൽ എത്തിച്ചിരിക്കുന്നത്. താങ്കളുടെ മുൻകാല പ്രവൃത്തി പരിചയം, ഈ സംഘടനാ പ്രവർത്തനങ്ങൾ, സമുദായത്തിന് പുറത്തുമുള്ള പ്രവർത്തന പരിചയത്തെ കുറിച്ച് ഒന്ന് വിശദമാക്കാമോ? തീർച്ചയായും പറയുന്നത് വളരെയധികം സന്തോഷമുണ്ട്. ഞാൻ പഠിക്കുന്ന കാലഘട്ടങ്ങളിൽ നമ്മുടെ എല്ലാം വളർച്ചയുടെ ആരംഭഘട്ടങ്ങളിലുള്ള KCVയിൽ ഞങ്ങൾ പ്രവർത്തെ ഹോളി കിങ്സ് ചർച്ചിൻ്റെ പ്രസിഡന്റായിരുന്നു. അതിനുശേഷം കൊറോണ തലത്തിൽ കടുത്തിരുത്തി കൊറോണയുടെ KCVയിൽ പ്രസിഡന്റായിട്ട് സേവനമനുഷ്ഠിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. വീണ്ടും മുമ്പോട്ട് വരുമ്പോൾ ഞാൻ അമേരിക്കയിൽ 1991 വന്നു. 91 വന്ന കാലഘട്ടം മുതൽ തന്നെ സമുദായത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും മുൻപന്തിയിൽ നിൽക്കുവാനും നമ്മുടെ സമുദായത്തിന് വേണ്ടി വളരെയേറെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുവാനും അതുപോലെ തന്നെ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുവാനും സാധിച്ചിട്ടുണ്ട്. ആദ്യമായിട്ട് ഞാൻ 1997-98 കാലഘട്ടങ്ങളിൽ ഹൂസ്റ്റൺ ഗ്രാനായ കാത്തലിക് സൊസൈറ്റിയുടെ പ്രസിഡന്റായിരുന്നു. അതുപോലെ തന്നെ 98 KCC എന്ന് പറയുന്ന ആ മഹത്തായ പ്രസ്ഥാനത്തിൻ്റെ ജനറൽ സെക്രട്ടറി ആയിട്ട് 3 വർഷക്കാലം എനിക്ക് പ്രവർത്തിക്കാൻ സാധിച്ചു. ആ പ്രവർത്തന പരിചയം എന്നെ വർഷങ്ങൾക്ക് ശേഷം 2017 KCCNയുടെ പ്രസിഡന്റാക്കാൻ ആ പ്രവൃത്തി പരിചയം എന്നെ സഹായിച്ചു എന്നാണ് ഈ അവസരത്തിൽ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്. വളരെ നല്ല കാര്യം ബേബി. താങ്കൾ ഗ്രാനായ സമുദായ സംഘടനാ പ്രവർത്തനം അല്ലാതെ മറ്റ് സമുദായ സംഘടനകളിൽ, മലയാളി അസോസിയേഷനുകളിൽ ഒക്കെ വർക്ക് ചെയ്തതായിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അതേക്കുറിച്ച് ഒന്ന് പറയാമോ? അതേക്കുറിച്ച് പറയുന്നതിന് എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഞാൻ നാട്ടിൽ നിന്ന് പോരുന്ന സമയത്ത് വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു പാരലൽ കോളേജ് നടത്താൻ എനിക്ക് സാധിച്ചു. അതോടൊപ്പം തന്നെ നമ്മുടെ യൂത്ത് കോൺഗ്രസ് പ്രസ്ഥാനത്തിൻ്റെ പ്രസിഡന്റായി പ്രവർത്തിക്കാനും അതുപോലെ തന്നെ 5 വർഷക്കാലം പുറം പഞ്ചായത്തിൻ്റെ മെമ്പറായി സേവനം ചെയ്യുവാനും അതുകൂടാതെ കോഓപ്പറേറ്റീവ് ബാങ്കിൻ്റെ ഡയറക്ടർ ബോർഡിലൊരു മെമ്പറായി പ്രവർത്തിക്കുകയും അതിനുശേഷം ഞാൻ അമേരിക്കയിൽ വന്നു. 2005-2010 2 ടേമിൽ മലയാളി അസോസിയേഷൻ ഓഫ് ഗ്രേറ്റർ ഹൂസ്റ്റന്റെ പ്രസിഡന്റായി സേവനമനുഷ്ഠിക്കാൻ സാധിച്ചു. അതോടൊപ്പം തന്നെ 2008 അമേരിക്കയിലെ മലയാളി സംഘങ്ങളുടെ ഏറ്റവും വലിയ കൂട്ടായ്മയായ ഫെഡറേഷൻ ഓഫ് മലയാളി അസോസിയേഷൻ ഓഫ് അമേരിക്കയുടെ കൺവെൻഷൻ ചെയർമാനായിട്ട് എനിക്ക് പ്രവർത്തിക്കാൻ സാധിച്ചു. 2012 മുതൽ 2016 വരെ
ഹോമ ടെക്സാസ് റീജിയന്റെ RVP ആയി പ്രവർത്തിക്കാൻ സാധിച്ചതിൽ സന്തോഷമുണ്ട്. ഉറപ്പായിട്ടും ശ്രീ ബേബി മണക്കുന്നേലിൻ്റെ കഴിഞ്ഞ കാലത്തെ പ്രവൃത്തി പരിചയം നമ്മുടെ ക്നാനായ സമുദായത്തിന് ഒരു മുതൽക്കൂട്ട് തന്നെയായിരിക്കും. താങ്കളെ പോലുള്ള ഇത്രയും പ്രവൃത്തി പരിചയമുള്ള ഒരാൾക്ക് KCCNA അടുത്ത 2 വർഷത്തേക്ക് നയിക്കുവാൻ ഒരു ബുദ്ധിമുട്ടും കാണത്തില്ല എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾ ക്നാനായ സമുദായങ്ങളെല്ലാവരും വളരെ സന്തോഷത്തിലും അഭിമാനത്തിലുമാണ്. ഒരു കാര്യം ചോദിച്ചുകൊള്ളട്ടെ ബേബി, താങ്കൾ ഈ ഇത്രയും നാളത്തെ എക്സ്പീരിയൻസ്, പല സംഘടനകളിൽ പ്രവർത്തിച്ചിട്ടുള്ള പല അനുഭവ പരിചയങ്ങൾ, ഈ അനുഭവങ്ങൾ എന്ത് പുതുമയാണ് മുൻകാല KCCNAയുടെ പ്രവർത്തനങ്ങളെ അപേക്ഷിച്ച് താങ്കൾ അടുത്ത 2 വർഷത്തേക്ക് കൊണ്ടുവരുവാനായിട്ട് ആഗ്രഹിക്കുന്നത്? എൻ്റെ കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തന പരിചയം അടുത്ത 2 വർഷക്കാലം നമ്മുടെ സംഘടനയ്ക്ക് പ്രയോജനപ്രദമായ രീതിയിൽ പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കുമെന്ന് എനിക്ക് പൂർണ്ണമായിട്ടുള്ള വിശ്വാസമുണ്ട്. കഴിഞ്ഞ 2 വർഷമായി ഈ ഇലക്ഷനെ നേരിടുന്നതിന് വേണ്ടി, ഈ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നതിന് വേണ്ടി ഞാൻ പല നാഷണൽ കൗൺസിൽ മെമ്പേഴ്സും അതുപോലെ തന്നെ ക്നാനായ സമുദായത്തിലെ പ്രമുഖരും എല്ലാവരുമായിട്ട് പല വിധത്തിലുള്ള ബന്ധങ്ങൾ നടത്തിയിട്ടുണ്ട്. അതുകൂടാതെ കഴിഞ്ഞ 4 മാസക്കാലമായി ഞാൻ ഉൾപ്പെടുന്ന ടീമും ഈ അമേരിക്കയുടെ വിവിധ യൂണിറ്റുകളിൽ പല മീറ്റുകൾ സംഘടിപ്പിക്കുകയും അവരുമായി പല വിധത്തിലുള്ള ആശയങ്ങൾ പങ്കുവെക്കുകയും ചെയ്തു. ആ ആശയങ്ങൾ പങ്കുവെച്ചു കഴിഞ്ഞപ്പോൾ ഏതൊക്കെ വിധത്തിലുള്ള ഒരു പ്രവർത്തന ശൈലിയാണ് ഞങ്ങളിൽ നിന്ന് അവർ ആഗ്രഹിക്കുന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അതനുസരിച്ച് വിവിധ ആൾക്കാരുടെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ വിവിധ യൂണിറ്റുകളിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന ആ ആശയവിനിമയം മുമ്പോട്ടുള്ള പ്രവർത്തനത്തിൽ ഭംഗിയായി കൊണ്ടുവരാൻ സാധിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതോടൊപ്പം തന്നെ നമുക്കറിയാം KCCN എന്ന് പറയുമ്പോൾ കഴിഞ്ഞ 12 കൺവെൻഷൻ കഴിഞ്ഞു. പ്രമുഖമായിട്ടും ഈ 2 വർഷക്കാലം എല്ലാവരും കേന്ദ്രീകരിക്കുന്നത് ഒരു കൺവെൻഷനിലാണ്. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മുടെ സമുദായത്തിന് ഏത് വിധത്തിലുള്ള നല്ല നല്ല കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ സാധിക്കും, നല്ല നല്ല പ്രവർത്തനങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും, നമ്മുടെ സമുദായത്തിൻ്റെ മുമ്പോട്ടുള്ള പ്രവർത്തനങ്ങളിൽ വിജയപ്രദമാക്കാൻ സാധിക്കുമെന്ന് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതനുസരിച്ച് പ്രവർത്തിക്കാനാണ് ഞങ്ങൾ തയ്യാറെടുപ്പുകൾ നടത്തിയിരിക്കുന്നത്. ശ്രീ ബേബി മണക്കുന്നേൽ, താങ്കൾ അടുത്ത 2 വർഷത്തേക്ക് താങ്കളുടെ നേതൃത്വത്തിലുള്ള ഈ ടീം KCCNA വഴിയായി നോർത്ത് അമേരിക്കൻ ക്നാനായ സമുദായത്തിനെ നയിക്കുവാൻ വേണ്ടി എന്ത് രീതിയിലുള്ള പദ്ധതികളാണ് തയ്യാറാക്കിയിരിക്കുന്നത് എന്നൊന്ന് വിശദീകരിക്കാം. തീർച്ചയായിട്ടും വളരെ സന്തോഷപൂർവ്വം പറയാൻ സാധിക്കും. KCCNA എന്ന് പറയുന്നത് 15 പേർ ഉൾപ്പെടുന്ന ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ്. ഈ 15 പേർ ഉൾപ്പെടുന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ഓഫീസ് ബെയറേഴ്സായി 5 പേരുണ്ട്. എന്നോടൊപ്പം 4 പേരുണ്ട്. അതിൽ പ്രൊഫസർ മേയമ്മ വെട്ടിക്കാട്ടാണ് വൈസ് പ്രസിഡന്റ്. അതുപോലെ ജനറൽ സെക്രട്ടറിയായി എബ്രഹാം പുതിയടശ്ശേരിൽ, ജോയിന്റ് സെക്രട്ടറിയായി രാജൻ പടവത്തിൽ, ട്രഷററായി അനിൽ മറ്റപ്പള്ളിക്കുന്നൽ എന്നീ 4 പേരും എന്നോടൊപ്പം പ്രവർത്തിക്കുന്നു. ഞങ്ങളുടെ കൂട്ടായിട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ സംഘടനയെ ശക്തിപ്പെടുത്തും. വിവിധ സ്ഥലത്തിൽ ജയിച്ചു വന്നെങ്കിലും ഞങ്ങൾ ഈ സംഘടനയുടെ ഭാവിയെ മുന്നിൽ കൊണ്ടുകൊണ്ട് ഒറ്റ തീരുമാനത്തിലൂടെ ഭംഗിയായ രീതിയിൽ ഈ പ്രസ്ഥാനത്തെ മുമ്പോട്ട് കൊണ്ടുപോകാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നുള്ളത്. അതിനുള്ള നടപടി ഞങ്ങൾ ഓൾറെഡി നടത്തിക്കഴിഞ്ഞു. ഏതാണ്ട് 2 എക്സിക്യൂട്ടീവ് മീറ്റിംഗ് കഴിഞ്ഞു. അതുപോലെ 2 ഓഫീസ് ബെയറേഴ്സിൻ്റെ 2 മീറ്റിങ്ങുകൾ കഴിഞ്ഞു. അങ്ങനെ ഞങ്ങൾ വരും കാലങ്ങളിൽ നല്ല രീതിയിലുള്ള പ്രവർത്തനവുമായിട്ട് മുമ്പോട്ട് പോകാനായിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഞാൻ സന്തോഷപൂർവ്വം പറയട്ടെ, ഈ KCCNAയുടെ നേതൃത്വത്തിൽ, ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് നേതൃത്വത്തിൽ താമസിക്കാതെ തന്നെ ഹൂസ്റ്റണിൽ വെച്ച് 2017-19 ഒരു പ്രവർത്തനോദ്ഘാടനം ഞങ്ങൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് നല്ല രീതിയിൽ ഹൂസ്റ്റണിൽ നടത്താൻ സാധിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതുകൂടാതെ തന്നെ ഞാൻ അറിയിക്കുകയാണ്, കഴിഞ്ഞ 3-4 മാസങ്ങളായി വിവിധ യൂണിറ്റുകൾ സന്ദർശിച്ചു കഴിഞ്ഞപ്പോൾ ഏത് വിധത്തിലുള്ള പുതുമകളാണ് അല്ലെങ്കിൽ ഏത് വിധത്തിലുള്ള പ്രവർത്തന രീതികളാണ് സ്വീകരിക്കേണ്ടതെന്നുള്ളത് ഞങ്ങൾക്ക് ഒരു വ്യക്തമായിട്ടുള്ള രൂപരേഖ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. അതനുസരിച്ച് ഞങ്ങൾ ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്നത്, ഇപ്പോൾ നമ്മുടെ ക്നാനായ സമുദായത്തിൽ വ്യത്യസ്തമായിട്ടുള്ള പല വിധത്തിലുള്ള ചിന്താഗതികളുണ്ട്, പല തട്ടുകളിലായിട്ട് ആൾക്കാർ നിൽക്കുന്നുണ്ട്. അത് മാറ്റിയെടുക്കുന്നതിന് വേണ്ടി ഞങ്ങളുടെ വിഷനിൽ ഞങ്ങൾ ആദ്യമായി കാണുന്ന ഒരു കാഴ്ചപ്പാടാണ് നമ്മുടെ ആത്മായ നേതൃത്വവും അതുപോലെ തന്നെ നമ്മുടെ അച്ഛന്മാരുമായിട്ട് ഒരു മീറ്റിംഗ് നടത്തി ആ പ്രശ്നങ്ങൾ ഏത് വിധത്തിലാണ് നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്, ആ പ്രശ്നങ്ങളെക്കുറിച്ച്
വിവിധ മേഖലകളിൽ പഠിക്കുക. അതോടൊപ്പം തന്നെ അതിനുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി ഇരുഭാഗത്തുനിന്നും പല വിധത്തിലുള്ള വിട്ടുവീഴ്ചകൾ മുമ്പോട്ട് കൊണ്ടുവന്ന് നമ്മുടെ സഭയും സമുദായവും ഒരേ രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ട് വളർന്നു വരുന്ന നമ്മുടെ യുവ തലമുറയ്ക്ക് നല്ല രീതിയിലുള്ള മാർഗനിർദ്ദേശം നൽകുക എന്നുള്ളത് ഞങ്ങളുടെ ഒരു ഐഡിയയാണ്. അതുപോലെ തന്നെ നമുക്കറിയാം എല്ലാ വർഷവും നല്ല രീതിയിലുള്ള കൺവെൻഷനുകൾ നടക്കാറുണ്ട്. അതും നമ്മൾ മുന്നിൽ കാണുന്നു. അടുത്ത 2 വർഷക്കാലത്തിൽ ഒരു കൺവെൻഷൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നു. ആ കൺവെൻഷനിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് പല വിധത്തിലുള്ള പ്രവർത്തന രീതികളും മുമ്പോട്ട് കൊണ്ടുവരാനായിട്ട് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്, നമുക്കറിയാം നമുക്ക് പല സ്ഥലങ്ങളിലും കമ്മ്യൂണിറ്റി സെൻ്ററുകൾ ഉണ്ടെങ്കിൽ ഈ കമ്മ്യൂണിറ്റി സെൻ്ററുകൾ ഇല്ലാത്ത പല യൂണിറ്റുകളുണ്ട്. ആ യൂണിറ്റുകളിൽ ഒരു കമ്മ്യൂണിറ്റി സെൻ്റർ സ്ഥാപിക്കുന്നതിനും അതാത് യൂണിറ്റുകൾ മുമ്പോട്ട് വന്നു കഴിഞ്ഞാൽ KCCNAക്ക് ഞങ്ങൾ നാഷണൽ കൗൺസിലിൽ ഒരു തീരുമാനം എടുത്തുകൊണ്ട് സാമ്പത്തികമായിട്ട് ഏതെങ്കിലും വിധത്തിലുള്ള ഫണ്ട് റൈസിങ്ങിലൂടെ കുറേ പണം ഉണ്ടാക്കിക്കൊണ്ട് യൂണിറ്റുകളിൽ കമ്മ്യൂണിറ്റി സെൻ്റർ ഇല്ലാത്ത സ്ഥലങ്ങളിൽ ഒരു കമ്മ്യൂണിറ്റി സെൻ്റർ ഉണ്ടാക്കുന്നുള്ള നടപടികൾ ഞാൻ സ്വീകരിച്ചുകൊണ്ട് ഞങ്ങൾ മുമ്പോട്ട് നീങ്ങും. അത് ഞങ്ങളുടെ ഈ പ്രാവശ്യത്തെ അജണ്ടയിൽ ഏറ്റവും പ്രധാനപ്പെട്ടാണ്. അടുത്ത 2 വർഷക്കാലത്തിനുള്ളിൽ ഓരോ വർഷമെങ്കിലും ഓരോ കമ്മ്യൂണിറ്റി സെൻ്ററുകൾ വിവിധ സ്ഥലങ്ങളിൽ കൊണ്ടുവരുന്നതിനെ ഞങ്ങൾ സ്വീകരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം നമ്മുടെ എല്ലാ ആൾക്കാരുടെ ബാങ്കുകളിൽ ഇഷ്ടംപോലെ ഡെപ്പോസിറ്റുകളുണ്ട്. ആ ബാങ്കുകളിൽ ഡെപ്പോസിറ്റ് ഇട്ടിട്ട് നമുക്ക് 0.5% 1% പലിശയാണ് നമുക്ക് ലഭിക്കുന്നത്. നമ്മൾ എല്ലാവരും കൂടെ ഒത്തൊരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ ഒരു ക്രെഡിറ്റ് യൂണിയന് രൂപം കൊടുക്കുക. ആ ക്രെഡിറ്റ് യൂണിയന് രൂപം കൊടുത്തു കഴിഞ്ഞാൽ ഈ നമ്മുടെ വിവിധ ബാങ്കുകളിൽ കിടക്കുന്ന പണം ഈ ക്രെഡിറ്റ് യൂണിയനിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ വിനിയോഗിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ സമുദായത്തിനും നമ്മുടെ സമുദായാംഗങ്ങൾക്കും അതുപോലെ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്കും ഒരു നല്ലൊരു വരുമാനം ആയിരിക്കും എന്നുള്ളതിന് നമുക്ക് ആർക്കും സംശയമില്ല. അതനുസരിച്ച് മുമ്പോട്ട് പോകാനായിട്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. കാരണം ഇതെങ്ങനെ നടപ്പിലാക്കുമെന്ന് നിങ്ങൾ ചിന്തിക്കും. നമ്മുടെ ഇടയിൽ തന്നെ ഇപ്പം ഞങ്ങൾ 117 നാഷണൽ കൗൺസിൽ മെമ്പേഴ്സാണുള്ളത്. ആ 117 നാഷണൽ കൗൺസിൽ മെമ്പേഴ്സിൽ ഏതാണ്ട് 50% IT ഫീൽഡിൽ അതുപോലെ തന്നെ നല്ല നല്ല വിദ്യാഭ്യാസ മേഖലകളിൽ സ്വന്തമായിട്ട് വ്യക്തിത്വം സ്ഥാപിച്ചവരാണ്. അവരെയെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഭംഗിയായ രീതിയിൽ പ്രസ്ഥാനം പടുത്തുയർത്താനായിട്ട് നമുക്ക് സാധിക്കും. എല്ലാ നാഷണൽ കൗൺസിൽ മെമ്പേഴ്സും അവരുടേതായിട്ടുള്ള പ്രവർത്തന പരിചയം നമുക്ക് വേണ്ടി മാറ്റിവെക്കാമെന്ന് അവർ നേരത്തെ തന്നെ പറഞ്ഞിരിക്കുന്നതാണ്. അത് നമ്മൾ പ്രാബല്യത്തിൽ കൊണ്ടുവരാനായിട്ട് ഞങ്ങൾ ശ്രമിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം നമ്മുടെ ഇടയിൽ ഇപ്പോൾ ഏകദേശം ഓരോ കൺവെൻഷനുകളിലും 2000-2000 യങ്സ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 23-നും 45-നും ഇടയിൽ പ്രായമുള്ളവർ പങ്കെടുക്കുന്നുണ്ട്. ആ പങ്കെടുക്കുന്ന സമയത്ത് അവർക്ക് വേണ്ടതായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നതിന് വേണ്ടി പല നടപടികളും സാധിക്കും. നമ്മുടെ സംഘടനയിൽ അവർക്ക് ഒരു വ്യക്തമായ രീതിയിലുള്ള പ്രാതിനിധ്യമില്ല. എല്ലാ യൂണിറ്റുകളിലും നമുക്കറിയാം യങ്സ്റ്റേഴ്സിന്റെ KYA എന്ന് പറയുന്ന അതുപോലെ തന്നെ യുവജനവേദി ഇവരുടെ യൂണിറ്റ് ഉണ്ടാക്കുക. ആ യൂണിറ്റ് ഉണ്ടാക്കി ഇപ്പം നമ്മൾ പ്രവർത്തിക്കുന്ന KCYയിൽ ആ KCYയിലുള്ള പ്രാതിനിധ്യവും അതുപോലെ തന്നെ വിമൻസ് ഫോറത്തിനുള്ള പ്രാതിനിധ്യവും ഇപ്പോൾ നമ്മുടെ KCCNAയിലുണ്ട്. അതുപോലെ തന്നെ ഈ KYAക്കും അതുപോലെ യുവജനവേദിക്കും നാഷണൽ ലെവലിൽ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി അവരെയും നമ്മുടെ സംഘടനയിലേക്ക് കൊണ്ടുവരുന്നുള്ള നടപടികൾ അടുത്ത നാഷണൽ കൗൺസിലിൽ ഞങ്ങൾ ചർച്ച ചെയ്യാനായിട്ടാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ വരും തലമുറയെ നമ്മുടെ സമുദായത്തെ അവരുടെ കയ്യിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നതിനുള്ള ഒരു നടപടി നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. കേരളത്തിന് പുറത്തുള്ള ക്നാനായ സമുദായം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി നമുക്കെല്ലാവർക്കും അറിയാം. എൻഡോഗമി നമ്മൾ നൂറ്റാണ്ടുകളായി പരിപാലിക്കുന്ന നമ്മുടെ എൻഡോഗമി കാത്തു സൂക്ഷിച്ചുകൊണ്ട് തന്നെ സഭയുമായി ഒത്തുചേർന്ന് പോകുവാൻ ഇപ്പോഴും നമുക്ക് ഒരുപാട് പ്രതിസന്ധികൾ ഉള്ളതായിട്ട് നമുക്കറിയാം. ആ പ്രതിസന്ധികൾ നമ്മൾ നേരിടുന്ന പ്രധാനപ്പെട്ട പ്രതിസന്ധികൾ എന്തൊക്കെയാണ്? ആ പ്രതിസന്ധികൾക്ക് താങ്കളും ടീമും കാണുന്ന സൊല്യൂഷൻസ് എന്തൊക്കെയാണ് എന്ന് ഒന്ന് വിശദമാക്കാമോ? ക്നാനായ സമുദായം ഇന്ന് അമേരിക്കയിൽ നേരിടുന്ന ഏറ്റവും വലിയ പ്രധാന വിഷയം എന്ന് പറയുന്നത് നമ്മുടെ എൻഡോഗമി കീപ്പ് ചെയ്ത് മുമ്പോട്ട് പോകുക എന്നുള്ളതാണ്. അതിന് പല വിധത്തിലുള്ള തടസ്സങ്ങൾ നമ്മളിപ്പോൾ കാണുന്നുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം, ഏതാണ്ട് 1969 കൂടി ക്നാനായ ജനത അമേരിക്കയിലേക്ക് കുടിയേറി. ആ ക്നാനായ ജനത അമേരിക്കയിലേക്ക് കുടിയേറി കഴിഞ്ഞപ്പോൾ സ്വന്തമായിട്ട് നമുക്ക് ഒന്നിച്ചു കൂടുന്നതിനുള്ള സൗകര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എങ്കിലും നമ്മുടെ വീടുകളുടെ ബേസ്മെൻറ്റുകളിലും അതുപോലെ തന്നെ പാർക്കിലെല്ലാം കൂടി നമ്മൾ വളർന്നു വന്നു. അങ്ങനെ വന്നു പല സ്ഥലങ്ങളിലും കമ്മ്യൂണിറ്റി സെൻ്ററിൽ വന്നു.
ആ വളർച്ചയോടൊപ്പം തന്നെ നമ്മുടെ സഭയുടെ വളർച്ചയും മുന്നിൽ കണ്ടുകൊണ്ട് അമേരിക്കയുടെ വിവിധ സ്ഥലങ്ങളിൽ നമ്മൾ പള്ളികൾ വാങ്ങിച്ചു. ആ പള്ളികളുടെ പ്രവർത്തനങ്ങൾ മുമ്പോട്ട് കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമുക്കെല്ലാവർക്കും അറിയാം, നമ്മൾ ആരും ഉദ്ദേശിക്കാത്ത രീതിയിൽ ഈ പള്ളികളുടെ എല്ലാ പ്രവർത്തനങ്ങളും സീറോ മലബാർ സഭ ഏറ്റെടുക്കുന്ന ഒരു സംവിധാനമാണ് വന്നിരിക്കുന്നത്. നമ്മുടെ കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, നമ്മുടെ ജ്ഞാനായ പള്ളി എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ജ്ഞാനായക്കാർക്ക് മാത്രമുള്ള ഒരു സംവിധാനമാണ്. ആ ഒരു സംവിധാനമാണ് നമ്മളിവിടെ കേരളത്തിലും ആഗ്രഹിക്കുന്നത്. എൻഡോഗമസ് ആയിട്ടുള്ള ചർച്ചകൾ അമേരിക്കയുടെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടാകണം. നമുക്ക് കിട്ടിയിരിക്കുന്ന പള്ളികൾ, നമ്മൾ പടുത്തുയർത്തിയ പള്ളികൾ, നമ്മുടെ അധ്വാനത്തിന്റെ ഫലമാണ് അമേരിക്കയിലെ 12 പള്ളികൾ സ്ഥാപിക്കാനായിട്ട് സാധിച്ചത്. ആ 12 പള്ളികളുടെയും പൂർണ്ണ ഉടമസ്ഥാവകാശം ജ്ഞാനായ രൂപതയായ കോട്ടയം രൂപതയിൽ നിന്ന് നേരിട്ടുള്ള ഒരു ഭരണമാണ് നമുക്ക് ആവശ്യം. ആ നേരിട്ടുള്ള ഭരണം കിട്ടുന്നതിന് വേണ്ടി ഏത് വിധത്തിലുള്ള മാർഗങ്ങളും നമ്മൾ പ്രയോഗിക്കുന്നത് നല്ലതാണ്. കാരണം കഴിഞ്ഞ കാലഘട്ടങ്ങളിലെല്ലാം നമുക്കറിയാം, പല വിധത്തിലുള്ള സമരമാർഗങ്ങൾ നമ്മൾ ആവിഷ്കരിച്ചെങ്കിലും പല വിധത്തിലുള്ള വാഗ്ദാനങ്ങൾ നമുക്ക് നൽകി അതിൽ നിന്നെല്ലാം നമ്മളെ പിന്തിരിപ്പിച്ചുകൊണ്ടാണ് സഭാ നേതൃത്വം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ രീതിയിൽ ജ്ഞാനായ പള്ളികളുടെ എൻഡോഗമസി നിലനിർത്തുന്നതിന് വേണ്ടി, നമ്മുടെ എൻഡോഗമി എന്ന് പറയുന്ന ആ എൻഡോഗമി കീപ്പ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു സംവിധാനം നമ്മുടെ ഇടയിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി സഭാ നേതൃത്വവും അതുപോലെ തന്നെ നമ്മുടെ സമുദായത്തിന്റെ നേതൃത്വവുമായി ഒരു ടേബിളിന് ചുറ്റും ഇരുന്ന് സംസാരിച്ച് അതിന് വേണ്ട വിധത്തിലുള്ള പരിഹാരങ്ങൾ കണ്ടെത്താൻ നമുക്ക് പരിശ്രമിക്കണം. അത് നേരാവിധത്തിൽ നടക്കുന്നില്ലെങ്കിൽ അടുത്ത നടപടിയായിട്ട് നമുക്ക് എന്താണെന്നുള്ളത് നമ്മുടെ നേതൃത്വം തീരുമാനിച്ചുകൊണ്ട് മുമ്പോട്ട് പോകും. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് എൻഡോഗമസ് ആയിട്ടുള്ള പള്ളികൾ അമേരിക്കയിൽ വരണം. അതോടൊപ്പം തന്നെ സീറോ മലബാറിന്റെ കീഴിൽ നിൽക്കുന്നതിന് നമുക്ക് കുഴപ്പമില്ല. പക്ഷേ നമ്മുടെ കോട്ടയം രൂപതയുടെ പ്രവർത്തന പരിധി, അതിന്റെ അജപാലന പരിധി അമേരിക്കയിലേക്കും മറ്റുള്ള യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും വ്യാപിപ്പിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിനുവേണ്ടി നമ്മുടെ സമുദായ നേതൃത്വം മുന്നോട്ടെന്നും മുമ്പിലുണ്ടായിരിക്കും. അതിനുവേണ്ടി ഞങ്ങൾ എല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാനായിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത്. നമ്മുടെ നോർത്ത് അമേരിക്കൻ ജ്ഞാനായ സമുദായം ഇന്ന് വളരെ ക്രിട്ടിക്കലായ ഒരു സ്റ്റേജിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ അമേരിക്കയിൽ ജനിച്ച ജ്ഞാനായ മക്കൾ ജ്ഞാനായ സമുദായത്തിൽ നിന്ന് തന്നെ ജനിച്ചു വളർന്ന് വിവാഹം കഴിച്ച് ജ്ഞാനായ സമുദായത്തിൽ നിന്ന് തന്നെ വിവാഹം കഴിച്ച് അവർക്ക് കുഞ്ഞുങ്ങളുണ്ടായി. ആ കുഞ്ഞുങ്ങൾ ഇപ്പോഴും നമ്മുടെ സമുദായത്തിനോട് ചേർത്ത് നിർത്തുവാൻ, അവരുടെ മാതാപിതാക്കൾക്ക് അവരുടെ കുഞ്ഞുങ്ങളെ നമ്മുടെ സമുദായത്തിനോട് ചേർത്ത് നിർത്തുവാൻ നമ്മുടെ KCC എന്ന വഴിയായിട്ട് നമുക്ക് അവരെ ചേർത്ത് നിർത്തേണ്ട ഒരു വലിയ ഉത്തരവാദിത്വം നമുക്കുണ്ട്. അവരെ ചേർത്ത് നിർത്താൻ ഇനിയെങ്കിലും നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ, ഈ യുവജനങ്ങളെ നമ്മുടെ സമുദായത്തിലേക്ക് ഇനിയും ചേർത്ത് നിർത്താൻ സാധിക്കുന്നില്ല എങ്കിൽ അത് നമ്മുടെ സമുദായത്തിൻ്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ഇതിനു മുൻപിൽ നമ്മൾ നടത്തിയ ശ്രമങ്ങൾ എല്ലാം അത്ര പൂർണ്ണതയിലേക്ക് എത്തിയിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്. താങ്കൾ നയിക്കുന്ന ഈ KCC തന്നെ ഈ അടുത്ത 2 വർഷത്തേക്ക് നമ്മുടെ യുവജനങ്ങളെ നമ്മുടെ സമുദായത്തിലേക്ക് ചേർത്ത് നിർത്തുവാൻ എന്ത് കർമ്മ പരിപാടികളാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത് എന്നൊന്ന് വിശദമാക്കാം. തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് പറയാനായിട്ട് വളരെയധികം സാധിക്കും. കാരണം നമ്മുടെ സമുദായത്തിൻ്റെ ബാക്ക് ബോൺ എന്ന് പറയുന്നത് ഈ വളർന്നു വരുന്ന യുവജനങ്ങളാണ്. ആ യൂത്തിനെ നേരായ മാർഗത്തിലൂടെ മുമ്പോട്ട് കൊണ്ടുപോയെങ്കിൽ മാത്രമേ നമ്മുടെ ഈ സമുദായത്തിൻ്റെ വളർച്ച മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇപ്പോൾ അച്ഛൻ പറഞ്ഞതുപോലെ നമുക്കറിയാം, ഇവിടെ ജനിച്ചു വളർന്ന് വരുന്ന ഒത്തിരി കുട്ടികളുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ യുവജനങ്ങളായിട്ടുള്ള ഈ 25-നും അതുപോലെ തന്നെ 35-നും 45-നും ഇടയ്ക്കുള്ളവരുണ്ട്. അതുപോലെ തന്നെ 25 വയസ്സ് വരെയുള്ളവരുണ്ട്, KCBയിൽ എന്ന് പറയുന്നവരുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ചെയ്യാവുന്നത് ഇവിടെ വളർന്നു വരുന്ന കുട്ടികളെ ഫസ്റ്റ് സ്റ്റേജ് മുതൽ തന്നെ നമ്മുടെ ജ്ഞാനായത്തിൻ്റെ എല്ലാ വിധത്തിലുള്ള നല്ല വശങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അവരെ വളർത്തിയെടുക്കുക എന്നുള്ളത് നമ്മുടെ മാതാപിതാക്കളുടെ ഓരോരുത്തരുടെയും കടമയാണ്. അതിനുവേണ്ടി നമുക്കറിയാം, നമ്മുടെ എല്ലാ യൂണിറ്റുകളിലും നമുക്ക് കിഡ്സ് ക്ലബിന് വേണ്ടി പ്രത്യേക സംവിധാനങ്ങളുണ്ട്. ഈ കിഡ്സ് ക്ലബ്ബ് അവരുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുന്നതിനും നമ്മുടെ സമുദായമായിട്ട് കൂടുതൽ അടുക്കുന്നതിനും വേണ്ടി കിഡ്സ് ക്ലബ്ബ് എന്ന് പറയുന്ന സംഘടനയ്ക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിന് ഉദാഹരണമായി ഞാൻ പറയാം, ഏതാണ്ട് ആഴ്ചകൾക്ക് മുമ്പ് ഹോസ്റ്റലിൽ നമ്മുടെ സൊസൈറ്റിയുടെ ഇനാഗുറൽ ഫംഗ്ഷനിൽ ഏതാണ്ട് 200ഓളം കുട്ടികളെ ഒന്നിച്ച് അണിനിരത്തിക്കൊണ്ട് ഒരു പ്രോഗ്രാം നമ്മുടെ സ്റ്റേജിൽ അവതരിപ്പിക്കാനായിട്ട് സാധിച്ചു. ആ പ്രോഗ്രാമിൽ പങ്കെടുത്ത കുട്ടികൾക്കെല്ലാം അറിയാം ഇതെന്താണ് ജ്ഞാനായം, നമ്മൾ എന്തിനൂടെ ഇവിടെ വന്നിരിക്കുന്നു.
അവർ മനസ്സിലാക്കുന്നത് പോലെ തന്നെ അതിൽ പങ്കെടുക്കാതെ ഇത് കാണികളായി വന്നിരുന്ന കുട്ടികൾക്കും അറിയാം എനിക്കും ഇതുപോലെ തന്നെയുള്ള കാര്യങ്ങളിൽ പങ്കെടുക്കണം. അപ്പം അങ്ങനെ അവർ വളർന്നു വരുന്നു, അവരുടെ പ്രവർത്തനങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. അപ്പം അവരുടെ വളർന്ന് അവർ KCY ആകുന്നു, ആ KCY നിന്ന് KYA ആകുന്നു. അതുപോലെ തന്നെ അവർ വളർന്നു വന്നാണ് നമ്മുടെ ഈ KCCN എന്ന് പറയുന്ന ഈ പ്രസ്ഥാനം മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അതിനുവേണ്ടി നമ്മൾ ചെയ്യാൻ സാധിക്കുന്നത് എല്ലാ യൂണിറ്റുകളിലും ഈ കിഡ്സ് ക്ലബ്ബ്, അതുപോലെ തന്നെ KCYL, KYA, യുവജനവേദി എന്നിവയ്ക്ക് നമ്മൾ മുഖ്യ പ്രാധാന്യം നൽകിക്കൊണ്ട് അവരുടെ പ്രവർത്തനങ്ങൾ നമ്മൾ മുമ്പോട്ട് കൊണ്ടുവരിക. എല്ലാ സ്ഥലങ്ങളിലും കിഡ്സ് ക്ലബ്ബും അതുപോലെ തന്നെ KCYലും ഉള്ളതുപോലെ KYAയ്ക്കും യുവജനവേദിക്കും പ്ലാറ്റ്ഫോം ഉണ്ടാക്കുക. ആ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഒരു തെരഞ്ഞെടുപ്പ് നടത്തി അവരിൽ നിന്ന് ഇലക്ഷനോ നടത്തി നമുക്ക് മുകളിലുള്ള നേതൃത്വത്തിലേക്ക് വരിക. ആ മുകളിലുള്ള നേതൃത്വത്തിലേക്ക് എത്തിപ്പിരുമ്പോൾ അവരെയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് KCCNA എന്ന് പറയുന്ന ആ നാഷണൽ കൗൺസിൽ, KCCNയുടെ കീഴിലുള്ള ആ നാഷണൽ കൗൺസിൽ വിപുലീകരിച്ചുകൊണ്ട് നമ്മുടെ ഈ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ KCCNയുടെ പ്രവർത്തനങ്ങൾ വരും തലമുറയിലേക്ക്, ഈ യങ്സ്റ്റേഴ്സിന്റെ കയ്യിലേക്ക് കൈമാറുന്ന ഒരു സമയം വന്നു കഴിഞ്ഞാൽ, അതിനുവേണ്ടി നമ്മളെല്ലാവരും മുമ്പോട്ട് പ്രവർത്തിച്ചു വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ സംഘടന, നമ്മുടെ ജ്ഞാനായ സമുദായം നോർത്ത് അമേരിക്കയിലും മറ്റുള്ള സ്ഥലങ്ങളിലും വളരെ ഭംഗിയായി കൊണ്ടുപോകാനായിട്ട് നമുക്ക് സാധിക്കും എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അതുപോലെ തന്നെ ഈ നടപടിക്രമം പൂർത്തിയാക്കുന്നതിന് വേണ്ടി ഞങ്ങൾ അടുത്ത 2 വർഷക്കാലം ഈ KCYലിനോടും അതുപോലെ തന്നെ കിഡ്സ് ക്ലബിനോടും യുവജനവേദിയോടും KYAയോടും തോളോട് ചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തിക്കാനായിട്ടാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. ശ്രീ ബേബി, ജ്ഞാനായ സമുദായത്തിലെ യുവജനങ്ങളുടെ കാര്യം ഇപ്പോൾ പറഞ്ഞു. അതുപോലെ തന്നെ പ്രാധാന്യം അർഹിക്കുന്നതാണ് നമ്മുടെ സമുദായത്തിലെ സീനിയർ സിറ്റിസൺസ് അവരെ എൻഗേജ് ചെയ്യിക്കാൻ, നമ്മുടെ സമുദായത്തിൽ എൻഗേജ് ചെയ്യിക്കാനായിട്ടുള്ള എന്ത് പ്രോഗ്രാംസ് ആണ് താങ്കൾ വിഭാവനം ചെയ്തിരിക്കുന്നത്? സീനിയർ സിറ്റിസൺസിന്റെ പ്രവർത്തനങ്ങൾ നമ്മുടെ നോർത്ത് അമേരിക്കയിലെ മിക്ക യൂണിറ്റുകളിൽ പ്രവർത്തിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഹോസ്റ്റലിൽ എടുത്തു കഴിഞ്ഞാൽ അവർ മാസത്തിലൊരിക്കൽ ഒരു സീനിയർ സിറ്റിസന്റെ ഒരു ഫോറമുണ്ട്. അവർ മാസത്തിലൊരിക്കൽ നമ്മുടെ കമ്മ്യൂണിറ്റി സെന്ററിൽ കൂടി ഉള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ വളരെ സന്തോഷപൂർവ്വം നമുക്ക് പറയാൻ സാധിക്കും, ഹൂസ്റ്റനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കറിയാം ഇവിടെ ഒരു ജ്ഞാനായ റിട്ടയർമെന്റ് ഹോംസ് ഉണ്ട്. ആ ജ്ഞാനായ റിട്ടയർമെന്റ് ഹോംസ് ആദ്യം നമ്മൾ വളരെ ബുദ്ധിമുട്ടിലൊക്കെയാണ് വളർത്തിയെടുക്കാനായിട്ട് സാധിച്ചത്. എങ്കിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ താമസിക്കുന്നവരെല്ലാവരും വളരെ സന്തോഷപൂർവ്വമാണ് അവിടെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് എന്തോ ഒരു പൂർണ്ണ ഉത്തരവാദിത്വം ഇവയിൽ കണ്ടെത്താനായിട്ട് അവർക്ക് സാധിക്കുന്നുണ്ട്. അങ്ങനെ ഉള്ള ഈ റിട്ടയർമെന്റ് റിസോർട്ടുകൾ നമ്മുടെ അമേരിക്കയുടെ വിവിധ യൂണിറ്റുകളിൽ മുമ്പോട്ട് വന്നു കഴിഞ്ഞപ്പോൾ താമ്പ, അറ്റ്ലാന്റ, കാലിഫോർണിയ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വന്നു കഴിഞ്ഞാൽ അവരുടെ റിട്ടയർമെന്റ് വളരെ സുഖകരമായിട്ട് മുമ്പോട്ട് പോകുന്നതിനും അതുപോലെ തന്നെ അവരുടെ ഭാവി ജീവിതം വളരെ സുഖകരമാക്കാനും സാധിക്കും. അവർക്ക് പരസ്പരം ബന്ധപ്പെടുന്നതിനും അതുപോലെ തന്നെ പല വിധത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് അവിടെ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഹൂസ്റ്റനെ മാതൃകയാക്കി എല്ലാ സ്ഥലങ്ങളിലും ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ ഇതുപോലെയുള്ള റിട്ടയർമെന്റ് പ്രോജക്റ്റുകൾ നടപ്പിലാക്കുക. ആ നടപ്പിലാക്കി കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റാത്ത സ്ഥലങ്ങൾ താമസിക്കുന്നവർ സീനിയർ സിറ്റിസണിലേക്ക് എത്തുമ്പോൾ അല്ലെങ്കിൽ റിട്ടയർമെന്റ് ലൈഫിലേക്ക് എത്തുമ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് മൂവ് ചെയ്ത് ഒന്നിച്ചു പോയി കഴിഞ്ഞാൽ അവരുടെ പ്രവർത്തനങ്ങൾ വിപുലീകരിച്ച് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അവരുടെ റിട്ടയർമെന്റിന് ശേഷമുള്ള ജീവിതകാലം വളരെ ആനന്ദപ്രദമാക്കാൻ സാധിക്കുമെന്നാണ് എനിക്ക് അഭിപ്രായപ്പെടാനുള്ളത്. KCCNയുടെ 2 വർഷത്തെ പ്രവർത്തനങ്ങൾ അതിൻ്റെ പരിസമാപ്തി എന്നോണം നമുക്കാർക്കും ഒഴിവാക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് 2 വർഷം കൂടുമ്പോൾ നടത്തുന്ന നമ്മുടെ കൺവെൻഷൻ. ഇപ്രാവശ്യം 2018 നടത്താൻ പോകുന്ന കൺവെൻഷൻ അത് എവിടെയായിരിക്കും എന്നുള്ള അതിനെക്കുറിച്ചുള്ള എന്തെങ്കിലും തീരുമാനങ്ങൾ നിങ്ങൾ എടുത്തോ, അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ പ്ലാൻസ് എന്നൊന്ന് വിശദമാക്കാം? 2018 നടക്കുന്ന കൺവെൻഷനെ കുറിച്ച് ഇപ്പോൾ വിശദമായിട്ട് പറയാനായിട്ട് സാധിക്കില്ല. കാരണം നാഷണൽ കൗൺസിൽ ഫിലാഡൽഫിയയിൽ കൂടിയപ്പോൾ കഴിഞ്ഞ മാർച്ച് മാസം 4-ാം തീയതി കൂടിയപ്പോൾ സമയക്കുറവുകൊണ്ട് കൺവെൻഷനെ ഒരു അജണ്ടയിൽ വെച്ച് കൊണ്ടുവരുന്നതിനോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അവസാനമായിട്ട് ഒരു തീരുമാനം എടുക്കാൻ സാധിക്കുന്നില്ല. എങ്കിൽ തന്നെയും 2014 കൺവെൻഷനെ കുറിച്ച് ചർച്ച ചെയ്തപ്പോൾ അന്ന് വന്നിരുന്നത് നമ്മൾ ഹൂസ്റ്റൺ യൂണിറ്റും അതുപോലെ തന്നെ LA യൂണിറ്റുമാണ്. അപ്പോൾ ആ ലോസ് ആഞ്ചലസുകാർക്ക് അന്ന് മുതലേ
കൺവെൻഷൻ കിട്ടാത്തതിൻ്റെ പേരിൽ അടുത്ത 2018 കൺവെൻഷൻ നടത്തണമെന്ന് അവർക്ക് ആഗ്രഹമുണ്ട്. അവർ അതുമായിട്ട് പ്രോജക്റ്റുമായിട്ട് മുമ്പോട്ട് വന്നിട്ടുണ്ട്. എങ്കിൽ തന്നെയും നമ്മൾ ഒരു കൺവെൻഷൻ നടത്തുമ്പോൾ ഇത് ഭംഗിയാക്കേണ്ടത് KCCNയുടെ ഉത്തരവാദിത്വമാണ്. എല്ലാവരെയും നമ്മൾ അതിനകത്തേക്ക് ക്ഷണിക്കണം. ആ ക്ഷണിക്കുന്നതിന് വേണ്ടി ഒരു നടപടി എന്ന നിലയിൽ ഞങ്ങൾ ആദ്യത്തെ എക്സിക്യൂട്ടീവ് തന്നെ ഒരു തീരുമാനമെടുത്തു. ഈ കൺവെൻഷനെ കുറിച്ചുള്ള റിപ്പോർട്ടുകൾ എല്ലാ യൂണിറ്റുകളിലും ലഭിച്ചിരുന്നില്ല. ഏത് സമയത്ത് ചെയ്യണമെന്ന് അവർക്ക് വ്യക്തമായിട്ടുള്ള കാര്യം ഉണ്ടായിരുന്നില്ല. കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും ആ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ യൂണിറ്റുകളിൽ എത്തിയില്ല. അതിനുവേണ്ടി ഒരവസരം എല്ലാവർക്കും കൊടുക്കാനുള്ള ഒരു സമയം കണ്ടെത്താൻ ഞങ്ങൾ കഴിഞ്ഞ എക്സിക്യൂട്ടീവ് തീരുമാനിച്ചു. ആ എക്സിക്യൂട്ടീവിലുള്ള തീരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഓൾറെഡി അവർക്ക് ആവശ്യം കൺവെൻഷൻ ഹോസ്റ്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്ന യൂണിറ്റുകൾ റിപ്പോർട്ട് ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിന് 15 ദിവസമാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ആരെങ്കിലും മുമ്പോട്ട് വന്നു കഴിഞ്ഞാൽ വീണ്ടും 15 ദിവസം കൂടി ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ നല്ലതായ രീതിയിലുള്ള ഒരു പ്രസന്റേഷൻ. ആ പ്രസന്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ ഈ കൺവെൻഷൻ നടത്താൻ ഉദ്ദേശിക്കുന്നു, എവിടെ എങ്ങനെയാണ്, അതിൻ്റെതായിട്ടുള്ള എത്ര പാർട്ടിസിപ്പൻസ് ഉണ്ടാവും, ഇതെല്ലാം വ്യക്തമായിട്ട് കാണിച്ചുകൊണ്ട് ഒരു പ്രസന്റേഷനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ആ പ്രസന്റേഷൻ കിട്ടിയതിന് ശേഷം KCCN അതിനെക്കുറിച്ച് വിശദമായ രീതിയിൽ സ്റ്റഡി നടത്തും. ആ സ്റ്റഡി നടത്തി വീണ്ടും ഒരു 2-3 മാസങ്ങൾക്കുള്ളിൽ ഒരു നാഷണൽ കൗൺസിൽ നമ്മൾ കൂടാൻ തീരുമാനിച്ചിട്ടുണ്ട്. ആ നാഷണൽ കൗൺസിലിൽ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയും ആ ചർച്ചയിൽ നിന്ന് എന്താണ് സംഭവിക്കുന്നത്, ഏത് യൂണിറ്റിനാണ് കൊടുക്കേണ്ടതെന്നുള്ളത് നാഷണൽ കൗൺസിൽ മെമ്പേഴ്സ് തീരുമാനിക്കും. ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും 2018 കൺവെൻഷൻ KCCN നടത്താനായിട്ട് മുമ്പോട്ട് വന്നിരിക്കുന്നത്. ഇത്രയുമാണ് എനിക്ക് കൺവെൻഷനെ കുറിച്ച് പറയാനുള്ളത്. ജ്ഞാനായ സമുദായത്തിൽ നിങ്ങൾ വിഭാവനം ചെയ്തിരിക്കുന്ന അടുത്ത 2 വർഷത്തേക്കുള്ള പദ്ധതികൾ, അതിൻ്റെ പ്രോഗ്രസ് അറിയാൻ ജ്ഞാനായ സമുദായത്തിന് അതിയായ ആകാംക്ഷയുണ്ട്. അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ നിങ്ങൾ എന്ത് മീഡിയ ആണ് കൂടുതലായിട്ടും യൂസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്? മീഡിയയെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് KCCNയുടെ ഒരു മുഖപത്രമാണ് ജ്ഞാനായ ടൈംസ്. ആ ജ്ഞാനായ ടൈംസിൻ്റെ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ 2 വർഷമായിട്ട് വളരെ ഭംഗിയായിട്ട് പോകുന്നുണ്ട്. ആ പ്രവർത്തനം അടുത്ത വർഷങ്ങളിലേക്കും ഭംഗിയായി തന്നെ കൊണ്ടുപോകുന്നതിനുള്ള ഒരു കാര്യങ്ങളാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. അതിനുവേണ്ടി പല കമ്മിറ്റികൾക്ക് ഫോം ചെയ്യും. ആ കമ്മിറ്റികളിലൂടെ നമ്മൾ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ വിജയിപ്പിക്കും. അതുപോലെ തന്നെ നമുക്കറിയാം, നമ്മുടേതായ ഇപ്പോൾ IT ഫീൽഡിൽ നല്ല രീതിയിൽ നിൽക്കുന്ന ഒരു സമുദായമാണ് ജ്ഞാനായം. അപ്പോൾ അതനുസരിച്ച് നമ്മൾ അമേരിക്കയിലുള്ള എല്ലാ ജ്ഞാനായക്കാരുടെയും ഇമെയിൽ അഡ്രസ്സുകൾ കളക്ട് ചെയ്തുകൊണ്ട് നമ്മൾ ഏത് വിധത്തിലുള്ള ഒരു കാര്യങ്ങൾ നടക്കുന്നോ അത് ജനങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടി ഒരു ഇമെയിൽ ഗ്രൂപ്പ് ഫോം ചെയ്യാനായിട്ട് നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. അതുകൂടാതെ നമ്മുടെ വെബ്സൈറ്റ് പ്രവർത്തിക്കുന്നുണ്ട്. ആ വെബ്സൈറ്റിൻ്റെ പ്രവർത്തനങ്ങൾ ഭംഗിയാക്കി മുമ്പോട്ട് കൊണ്ടുപോകും. അതുകൂടാതെ ജ്ഞാനായത്തിന് വേണ്ടി ഒരു ഫേസ്ബുക്ക് പേജ് ആരംഭിക്കാനായിട്ട് ഞങ്ങൾ കഴിഞ്ഞ എക്സിക്യൂട്ടീവ് തന്നെ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ മീഡിയ ഭംഗിയായിട്ട് കൊണ്ടുപോകുന്നതിനും ഈ പല വിധത്തിലുള്ള മാർഗങ്ങളിലൂടെ അങ്ങനെ മീഡിയയെ വളർത്തിയെടുക്കുക, നമ്മുടെ ജ്ഞാനായത്തിൻ്റെ എല്ലാ നല്ല വശങ്ങളെ കുറിച്ച് ജനങ്ങളിൽ എത്തിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാനും ഞങ്ങൾ ഓൾറെഡി തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ചോദിക്കേണ്ട മറ്റൊരു കാര്യമാണ് ജ്ഞാനായ വോയിസ്. നമുക്കറിയാം, സമുദായ അംഗങ്ങളെ, ജ്ഞാനായ സമുദായത്തിൻ്റെ വിവരങ്ങൾ തത്സമയം എത്തിക്കുവാൻ കഴിഞ്ഞ കുറേ വർഷങ്ങളായി രംഗത്തുണ്ട്. ജ്ഞാനായ വോയിസിൻ്റെ ഈ നല്ല പ്രവർത്തനങ്ങളെ താങ്കൾ KCCN പ്രസിഡന്റ് എന്നുള്ള നിലയിൽ എങ്ങനെ വിലയിരുത്തുന്നു? നമുക്കറിയാം, ജ്ഞാനായ വോയിസ് കുറേ വർഷങ്ങളായിട്ട് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നതാണ്. ഇപ്പോൾ നമുക്ക് നാട്ടിലൊരു മരണം നടന്നു, നമുക്ക് ആ മരണത്തിൽ പങ്കെടുക്കാനായിട്ട് സാധിച്ചിട്ടില്ല, അതിൻ്റെ പ്രവർത്തനങ്ങളിൽ ബന്ധപ്പെടാൻ സാധിച്ചിട്ടില്ല. അത് നമുക്ക് ഇവിടെ ഇരുന്ന് കാണുന്നതിനുള്ള ഒരു സംവിധാനം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ ജ്ഞാനായവുമായിട്ട് ബന്ധപ്പെടുന്ന ഒത്തിരി വാർത്തകൾ ഈ ജ്ഞാനായ വോയിസുകളിൽ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സംരംഭം മുമ്പോട്ട് കൊണ്ടുപോകുന്നത് വളരെയധികം നല്ല കാര്യമാണ്. അപ്പോൾ നമ്മളത് ഈ പ്രവർത്തനം ജ്ഞാനായ വോയിസിൻ്റെ പ്രവർത്തനങ്ങളെ നമ്മൾ വളരെ അഭിമാനപൂർവ്വമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പ്രവർത്തനങ്ങൾ ഭംഗിയായ രീതിയിൽ വീണ്ടും മുമ്പോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി, നമ്മുടെ സമുദായത്തിൻ്റെ പ്രവർത്തനങ്ങൾ അവരെ കൂടുതൽ പങ്കാളികളാക്കുന്നതിന് വേണ്ടി, നമ്മുടെ സമുദായങ്ങൾക്ക് നമ്മുടേതായിട്ടുള്ള വാർത്തകൾ ശ്രവിക്കുന്നതിന് വേണ്ടി ഒരു നല്ലൊരു അവസരം ഉണ്ടാക്കുന്നതിന് ഞാൻ ഇപ്പോൾ തന്നെ ജ്ഞാനായ വോയിസിനോട് അഭ്യർത്ഥിക്കുകയാണ്. അതിനുവേണ്ടി ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഏതൊക്കെ വിധത്തിലുള്ള നല്ല കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമോ എന്നെന്നും KCCNയുടെ ഭാഗത്തുനിന്ന് ജ്ഞാനായ വോയിസിന് ഫുൾ സപ്പോർട്ട് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് നിങ്ങൾ അറിയിക്കുകയാണ്. വളരെ നന്ദി ശ്രീ ബേബി. താങ്കളുടെ ഈ വിലപ്പെട്ട സമയം ജ്ഞാനായ വോയിസിനോടൊപ്പം ചെലവഴിച്ച അതിന് ജ്ഞാനായ വോയിസിന്റെ പേരിലും ഓരോ സമുദായങ്ങളുടെ പേരിലും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അതോടൊപ്പം
താങ്കളുടെ ഈ 2 വർഷക്കാലം താങ്കൾക്ക് വളരെ സുഗമമായി പ്രവർത്തിക്കുവാനും എല്ലാ കാര്യങ്ങളും ഉദ്ദേശിച്ച പോലെ നടക്കട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. എല്ലാവിധ ആശംസകളും. നന്ദി, നമസ്കാരം. താങ്ക് യു. പ്രിയപ്പെട്ടവരെ, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ KSSNA പ്രസിഡന്റുമായിട്ടുള്ള ഗ്രാനായ വോയിസിൻ്റെ എക്സ്ക്ലൂസീവ് ഇൻ്റർവ്യൂ അതിൻ്റെ പര്യാപ്തിയിലേക്ക്, അതിൻ്റെ സമാപനത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നേ ദിവസം ഈ ഇൻ്റർവ്യൂ ചെയ്യുവാൻ സമ്മതിക്കുകയും ഞങ്ങളോടൊപ്പം ഇവിടെ വരികയും KSSNA പ്രവർത്തനത്തെ പറ്റിയും ഭാവിയുള്ള നല്ല കാര്യങ്ങൾ ചെയ്യും എന്നുള്ള പ്രതീക്ഷയിൽ ഇപ്പോഴത്തെ പുതിയ ഗ്രാനായ അസോസിയേഷൻ ഓഫ് നോർത്ത് അമേരിക്ക ടീമിന് ഗ്രാനായ വോയിസിൻ്റെ പേരിലുള്ള എല്ലാവിധ ആശംസകളും ഈ അവസരത്തിൽ ഗ്രാനായ വോയിസിന് വേണ്ടി ഹൂസ്റ്റണിൽ നിന്നും നേരുന്നത് കുന്നശ്ശേരി ചിമ്മി. എന്നോടൊപ്പം ഇന്നത്തെ അവതാരകനായി പ്രവർത്തിച്ച മിസ്റ്റർ എബ്രാഹിം വാഴപ്പള്ളിക്കും ഈ അവസരത്തിൽ നിങ്ങളുടെ എല്ലാവരുടെയും പേരിലുള്ള കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. ജയ് ഗ്രാനായ.